നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഊട്ടിയിലേക്ക് ട്രെയിനിലൊരു യാത്ര പോവുകയാണ്. തമിഴ്നാട്ടിലെ തന്നെ വളരെയധികം പഴക്കം ചെന്ന ട്രെയിനിലാണ് ഇന്ന് പോകുന്നത്. MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാത്രി 9:05 മേട്ടുപ്പാളയത്തേക്ക് പോകുന്ന നീലഗിരി എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകണം. ലോക്കൽ ട്രെയിൻ ഉണ്ട്, അതിന് തന്നെ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ടിക്കറ്റും എടുത്തു. ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെ മെട്രോയും ഉണ്ട്. മെട്രോക്ക് ഒരാൾക്ക് 10 രൂപയാവും. അപ്പോൾ അതൊക്കെ ഇതാ ഇവിടെ തന്നെയാണ് വരുന്നത്. 5 മിനിറ്റിനുള്ളിൽ ഇവിടെ ട്രെയിൻ വരും. ഇത് നേരെ ചെങ്കൽപ്പട്ടു ഭാഗത്തേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ മയിലാടുതുറ വെച്ചിട്ടാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടത്തേക്ക് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ ചോഴൻ എക്സ്പ്രസിന്റെ അൺറിസർവ്ഡിൽ കയറിയിട്ടാണ് വന്നത്. ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഭയങ്കര തിരക്കാണ് ഉണ്ടായത്. ഞങ്ങൾ അതിൽ റിസർവ് ചെയ്യാൻ വേണ്ടി നോക്കിയാണ് തത്കാലം. അതും എന്താ പറയുക, വെയിറ്റ് ലിസ്റ്റ് ആയിട്ടാണ് കിട്ടിയത്. നമ്മുടെ മയിലാടെന്ന് പറഞ്ഞ് കയറുന്ന സമയത്ത് ഇവിടെ ചെന്നൈ എത്തിയത് എങ്ങനെയാന്ന് പോലും അറിയില്ല. എത്തിപ്പെട്ടാണ് ഇവിടം വരെ എത്തി. അന്നേരം തന്നെ എന്താ പറയാ, നമുക്ക് സമയമുണ്ട് പോകാൻ ഒരു 3 മണിക്കൂർ. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് സെന്ററിന്റെ ഭാഗത്ത് എത്തിയിട്ടേ ഉള്ളൂ. ചെന്നൈയിലും മുംബൈയിലും കൊൽക്കത്തയിലൊക്കെ ലോക്കൽ ട്രെയിൻ ഉള്ളത് കൊണ്ട് വളരെയധികം ചെലവ് ചുരുക്കിക്കൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാം. സിറ്റിൻ്റെ ഏത് ഭാഗത്തേക്കും ലോക്കൽ ട്രെയിനിൻ്റെ കണക്ടിവിറ്റി ഉണ്ടല്ലോ. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. സമയം 6:39 ചെന്നൈ ബീച്ചിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനിലാണ് നമുക്ക് കയറേണ്ടത്. അടുത്ത സ്റ്റേഷനായ ചെന്നൈ പാർക്ക്, അവിടെയാണ് ഇറങ്ങേണ്ടത്. നല്ല തിരക്കുണ്ട്. ഇതാ അങ്ങനെ യാത്ര ചെയ്ത് സെൻട്രലിലെത്തി. ഇവിടെയാണ് ദ ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷനൊക്കെ വരുന്നത്. ലൈറ്റൊക്കെ ഇട്ട് എന്താ ഭംഗിയാ നോക്കിയേ. ഓരോരോ വ്യത്യസ്തമായ കളറുകൾ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഇതിൻ്റെ രാത്രി കാഴ്ചകൾ കാണാതെ പോകുന്നത് വല്ലാത്തൊരു മോശം തന്നെയാണല്ലേ. അതുപോലെ തന്നെ ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലൂടെയുള്ള റോഡുകളൊക്കെ അടിപൊളിയാണ്. ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയും കൂടെയാണ്. പാർക്ക് സ്റ്റേഷനൊക്കെ വരുന്നത് അങ്ങ് ആ ഭാഗത്താണ്. അപ്പം ഞങ്ങൾ ഈ കോർപ്പറേഷൻ കാണാൻ വേണ്ടി ജസ്റ്റ് ഈ ഭാഗത്തേക്കൊന്ന് വന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. രാത്രിക്ക് തന്നെയാണ് ഇവിടുത്തെ കാഴ്ച കൂടുതലും മനോഹരമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റ് സംവിധാനം തന്നെയാണ്. വേ ടു ചെന്നൈ സെൻട്രൽ സബർബൻ സ്റ്റേഷൻ, അതായത് ഇവിടെയാണ് സബർബൻ സ്റ്റേഷനൊക്കെ വരുന്നത്. അരക്കോണം ഭാഗത്തേക്ക് ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ കിട്ടും. അതുപോലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയത് ഇവിടെയാണ്, പാർക്ക് സ്റ്റേഷൻ. ഇവിടെ തന്നെയാണ് മെട്രോയും ഉള്ളത്. മെട്രോയിലേക്ക് പോകണമെങ്കിൽ നമുക്കിതാ ഇതുവഴിയും കയറി പോവാം. സെൻട്രൽ സ്ക്വയർ ആണിത്. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ബസ്സൊക്കെ നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകും. അറക്കോണം തിരുപ്പതി ഭാഗത്തേക്കെല്ലാം പോകണമെങ്കിൽ ഇവിടെ വന്ന് ലോക്കൽ ട്രെയിൻ കയറി പോവാം. പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഷോയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വന്നിരിക്കാനായാലും നല്ല സൗകര്യമാണ്. ട്രെയിനൊക്കെ കാത്തുക്കണമെങ്കിൽ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ കയറി വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇവിടെ പുറത്തായാലും വന്ന് നിൽക്കാം. പുരട്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിൽ ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയും നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി തന്നെയാണ്. സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെയാണ് ബസ് സ്റ്റോപ്പൊക്കെ വരുന്നത്. ട്രെയിൻ യാത്രക്കിടയിൽ ഇപ്പോൾ കുറേയായി ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് 4 ബിരിയാണിനെ കഴിക്കാമെന്നുള്ളൊരു പ്ലാനുണ്ട്. ഒരു നല്ലൊരു ഹോട്ടൽ നോക്കി ഇവിടെ കയറാം. 2 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ലൊരു ലെഗ് പീസ് തന്നെ കിട്ടി. ഇനിയിപ്പോൾ ചൂടോടെ തന്നെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് കഴിച്ച ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. ഭക്ഷണം കഴിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ ലെജൻഡറി മംഗളൂരു മെയിൽ വന്ന് കിടക്കുകയാണ്. ഇത് 8:10 ഇവിടെ നിന്ന് പുറപ്പെടും. ഇതിൻ്റെ അൺറിസർവ്ഡ് കോച്ചിലൊക്കെ അത്യാവശ്യത്തിന് തിരക്കായി. പക്ഷേ ഇപ്പോൾ പോയാലും സീറ്റ് കിട്ടും. നമ്മുടെ ട്രെയിൻ പുറപ്പെടുക 8-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. 8-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ
മേട്ടുപ്പാളയം നീലഗിരി എക്സ്പ്രസ് വന്ന് കിടക്കുകയാണ്. നേരത്തെ തന്നെ ഷണ്ടിങ് ചെയ്ത് വെച്ചു ഇവിടെ വണ്ടി. അൺറിസർവ്ഡിലൊക്കെ ആൾക്കാർ കയറി തുടങ്ങി. SLRT പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി കോച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഈ ട്രെയിനിൽ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ ട്രെയിനിൻ്റെ ഒരു നെയിം ബോർഡൊക്കെ ഉണ്ട്. നീൽഗിരി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 12671. അൺറിസർവ്ഡിൽ ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. ഇതിനൊരു ഫുൾ ഫസ്റ്റ് AC കോച്ച് തന്നെ ഉണ്ട്, H1. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ്. അപ്പോൾ അതേറ്റവും മുൻഭാഗത്താണ്. ഈ കാണുന്ന കോച്ചിലാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. S6. അപ്പോൾ ഇത് 2006 മെയ്ഡ് ചെയ്ത കോച്ചാണ്. ഇത് തുറന്നോ നോക്കണ്ടേ? മിക്കവാറും ലോക്ക് തന്നെ ആയിരിക്കും. ലോക്ക. കോച്ചിലെ ഡോറൊക്കെ ഓപ്പൺ ആയി, പക്ഷേ ലൈറ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ബെർത്ത് വരുന്നത് 59. ഇവിടെ അപ്പർ ബെർത്ത് 62. ഈ 2 അപ്പർ ബെർത്താണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതായത് കയറിയ ഉടനെ തന്നെ രണ്ടാമത്തെ റോ ഈ ഭാഗത്ത് തന്നെയാണ്. കുഴപ്പമില്ല, കോച്ചൊക്കെ കണ്ടിട്ട് നല്ല വൃത്തിയുള്ള കോച്ചൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ ലേറ്റൊക്കെ വരട്ടെ. 8:10 മംഗളൂരു മെയിൽ ഇതാ ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണ്. ഇവിടെ ഇതാ പുരട്சி തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള വലിയൊരു ബോർഡ്. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഇവിടെ സെറ്റായിരിക്കുകയാണ്. അറക്കോണം ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ കീഴിലുള്ള WP4 ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. ഇതിൻ്റെ കോച്ചുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 4 അൺറിസർവ്ഡ് കോച്ചുകളുണ്ട്. 2 എണ്ണം മുന്നിലും 2 എണ്ണം പുറകിലും. അതുപോലെ തന്നെ ഇവിടെയുള്ളത് ലേഡീസാണ്, ഈ കാണുന്നത് ലേഡീസ്. പിന്നെ 11 സ്ലീപ്പർ, 4 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. നീലഗിരി അതിവേഗ വിരൈവ് വണ്ടി. ഈ അൺറിസർവ്ഡിലൊന്നും വലിയ തിരക്കൊന്നും വന്നിട്ടില്ല. ഈ നമ്മുടെ കോച്ചിൽ ഞങ്ങൾ അധികം കയറി ഇരുന്നിട്ടില്ല. കാരണം എന്താ അറിയോ, അതിൻ്റെ അകത്ത് ലൈറ്റും ഫാനൊന്നും വന്നിട്ടില്ലല്ലോ. നല്ല ചൂടും അതുപോലെ നല്ല കൊതുകടി. വെറുതെ എന്തിനാ, നമുക്ക് ചുമ്മാ അതിലൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ ആ ഒരു സമയമാവുമല്ലോ. അങ്ങനെ കോച്ചിൻ്റെ അകത്ത് ലൈറ്റൊക്കെ വന്ന് ഇതുണ്ടല്ലോ, പഴയ കോച്ചാണിത്. ഈ സ്വിച്ചൊക്കെ കണ്ട, ഇത് ലൈറ്റ് ഓഫ് ആക്കേണ്ട ഒരു സ്വിച്ചാണ്. ലൈറ്റൊക്കെ വന്ന് പിന്നെ ഇവിടെ ചെറിയൊരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള ബെർത്ത് തന്നെയാണ്. നീലഗിരി എക്സ്പ്രസ്സിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 1.5 മാസം മുന്നേ ആണ്. അവൈലബിൾ 20 ആ ഒരു കണക്കുണ്ടാകുമ്പോൾ ബുക്ക് ചെയ്തു. 2 അപ്പർ ബെർത്ത് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് മേട്ടുപ്പാളയം വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 350 രൂപയാണ്. നമുക്കിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 മാസം മുന്നെയാണ്. ഈ ട്രെയിൻ നമ്മൾ പറഞ്ഞല്ലോ 1.5 മാസം മുന്നേ എടുത്തു. അതായത് യാത്ര ചെയ്യുന്നതിന് മുന്നേ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാം. അല്ലെങ്കിൽ ആ സമയത്ത് എടുത്താൽ അത് കൺഫേം ആവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും വേണ്ട. കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലേക്കൂടെ ഓടുന്നതിൽ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ട്രെയിൻ തന്നെയാണ് നീലഗിരി എക്സ്പ്രസ്. കൂടുതൽ യാത്രക്കാർ ഈ പറഞ്ഞ എന്താ പറയാ കോയമ്പത്തൂരേക്കും അതുപോലെ തന്നെ ഊട്ടി, ഈ പറയുന്ന ട്രെയിൻ അറിയപ്പെടുന്നത് തന്നെ നീലഗിരി ജില്ലേന്റെ പേരാണ്. അപ്പൊ നീലഗിരി ജില്ലയിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ ഈ ട്രെയിൻ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ടിക്കറ്റ് ഒന്നും നമുക്ക് നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നും കൺഫേം ആവില്ല. അതുപോലെ തന്നെ നേരത്തെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ ചോളൻ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തത്കാലം കിട്ടിയില്ലാന്ന്. അപ്പോൾ തത്കാലം ഈ ട്രെയിനിൽ ശ്രമിച്ചാലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അത് ഏത് ട്രെയിനും ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം നമ്മൾ IRCTC ആപ്പിൽ തത്കാലം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഭയങ്കര ആപ്പും ഭയങ്കര ശോകമാണ്. അല്ല, നമ്മുടെ പൈസ വെറുതെ പോകുന്നല്ല, അത് കൺഫേം ഒന്നും ചില സമയത്ത് ലക്ക് ഉണ്ടെങ്കിൽ അല്ലേ. പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ തത്കാലം കിട്ടുന്നുണ്ടോന്ന്. തത്കാലം ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. തത്കാല പ്രതീക്ഷ നമ്മുടെ യാത്രക്ക് മുതിർന്നാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന നീലഗിരി എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വളരെയധികം പഴക്കമേറിയ ഒരു ട്രെയിനാണ്. ഏകദേശം 161 വർഷമാണ് ഈ ട്രെയിനിൻ്റെ ഒരു പഴക്കം എന്ന് പറയുന്നത്. ഇത് ആദ്യമായി ഓടിത്തു തുടങ്ങിയത് 1864 സമയത്താണ്. അപ്പം ഈ ട്രെയിൻ ഇപ്പം പോകുന്നത് നേരെ മേട്ടുപ്പാളയത്തേക്കാണ്. മേട്ടുപ്പാളയം എന്ന് പറയുന്നത് കോയമ്പത്തൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഊട്ടിയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണെന്ന് പറയാം, താഴ്വര എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നീലഗിരി എന്ന് പറയുന്നത് നമ്മുടെ ഊട്ടിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്. അപ്പോൾ ആ ജില്ലയുടെ പേര് തന്നെയാണ് ഈ ട്രെയിൻ നൽകിയത്. കാരണം എന്ന് വെച്ചാൽ ഊട്ടിയിലേക്ക് ഒരുപാട് ആൾക്കാർ ഈ ട്രെയിൻ ആശ്രയിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിന് വേറൊരു കണക്ഷൻ കൂടിയുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ പൊതുവേ എന്ന് പറയാം കണക്ഷൻ ട്രെയിനുകളൊന്നും ഇപ്പോൾ അധികം തന്നെ ഇല്ല. പക്ഷേ ഈ ട്രെയിനിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നീലഗിരി എക്സ്പ്രസ് ആയിട്ട് നേരെ മേട്ടുപ്പാളയത്തേക്ക് പോകുമല്ലോ. മേട്ടുപ്പാളയത്ത് എത്തിക്കഴിഞ്ഞാൽ മേട്ടുപ്പാളയത്ത് നിന്ന് നമ്മുടെ നീലഗിരി മൗണ്ടൻ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന മേട്ടുപ്പാളയം ഊട്ടി പാസഞ്ചർ ഉണ്ട്. അത് ഈ ട്രെയിനിൻ്റെ കണക്ഷനാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടുന്ന് തന്നെ ട്രെയിൻ കയറുവാണെങ്കിൽ ഊട്ടി വരെ പോകാമെന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. കാരണം കണക്ഷൻ ട്രെയിൻ ഇപ്പോൾ എവിടെ തന്നെ ഇല്ല. പക്ഷേ ഈ ഒരു ട്രെയിന് കണക്ഷൻ ട്രെയിൻ ഉണ്ട്. കറക്റ്റ് 9:05 തന്നെ നീലഗിരി എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. ചെന്നൈക്കും മേട്ടുപ്പാളയത്തിനിടയിൽ ഈ ട്രെയിന് 7 സ്റ്റോപ്പുകളാണുള്ളത്. ഈ കാണുന്ന ട്രെയിൻ മൈസൂരിലേക്ക് പോകുന്ന കാവേരി എക്സ്പ്രസ് ആണ്. ഈ കാവേരി എക്സ്പ്രസ്സിന് ഞങ്ങൾ മൈസൂരിൽ നിന്ന് ചെന്നൈയിലേക്കാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഷണ്ടിങ് ആണെന്ന് തോന്നുന്നു. ബംഗളൂരിലേക്ക് പോകുന്ന ട്രെയിൻ കർണാടക എക്സ്പ്രസ് ആയിട്ട് റേറ്റ് ഷെയറിംഗ് ഉള്ള ഒരു വണ്ടിയാണിത്. ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് അരക്കോണത്താണ്. പെരാമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. ട്രെയിൻ ഇപ്പം 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പീഡൊക്കെ ഉണ്ട് ട്രെയിന്. ചെറിയൊരു പണി കിട്ടി. ഈ ലൈറ്റ് ഇല്ലേ, ഈ ലൈറ്റിൻ്റെ സ്വിച്ച് ജാമായിട്ടാണ് ഉള്ളത്. ഇത് ഓഫാക്കാൻ പറ്റുന്നില്ല. ഈ അപ്പർ ബർത്തിൻ്റെ മുകളിലോട്ട് ഡയറക്റ്റ് ആ ലൈറ്റ് അടിച്ച് കയറും. അപ്പോൾ ഇന്നത്തെ രാത്രിക്കത്തെ ഉറക്കം കണക്കായി. 10:20 ട്രെയിൻ ഇതാ അറക്കോണം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഇവിടെ കാണുന്ന ഈ ലോക്കൽ ട്രെയിൻ തിരുത്താണിയിലേക്ക് പോകുന്നതാണ്. എന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കയറാനുണ്ട്. ഇന്ന് രാത്രിക്കുള്ള കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ രാവിലെ ഈ ട്രെയിൻ കോയമ്പത്തൂർ എത്തും. കോയമ്പത്തൂർ എത്തിയ ശേഷം ഇതിന് ലോക്കോ റിവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ കോയമ്പത്തൂർ എത്തിയതിനു ശേഷം കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5 മണിയായി. കോയമ്പത്തൂർ നോർത്ത് കഴിഞ്ഞ് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. ഇന്നലെ രാത്രിക്കാർ ലൈറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഓഫായൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഓർക്കം കണക്കായിരുന്നു. കാരണം ഒന്നാമത്തെ റോയിലാണെങ്കിൽ ഈ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചു വരും. ഇതെന്ന് വെച്ചാൽ രണ്ടാമത്തെ റോയാണ്ട് ആ ഒരു ടെൻഷനിൽ ഇല്ലാതെയാണ് കേറിയത്. പക്ഷെ എന്ത് ചെയ്യാ, അത് ഓഫ് ആവാത്തതുകൊണ്ട് ആ ഒരു ഓർക്കം കണക്ക് തന്നെ ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, നേരത്തെ എണീക്കും ചെയ്തല്ലോ. ഈ ലോക്കോമോട്ടീവാണ് ഇനി ഈ ട്രെയിനിൽ അറ്റാച്ച് ചെയ്യാനുള്ളത്. ഇനി ഇവിടുന്ന് വരും. 5:08 കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ഇതാ
ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ച് 14 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളുടെ ട്രെയിൻ വന്നത്. പിന്നെ ഇവിടെ തന്നെ കാണുന്ന ഈ ട്രെയിനിലെ ഇത് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. വണ്ടി ഓൾമോസ്റ്റ് കാലിയായി, കാരണം എല്ലാവരും കോയമ്പത്തൂർ തന്നെയാണ് ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഓരോരോ കോച്ചിലും ഒരു 10-15 പേര് മാത്രമേ ഉള്ളൂ. ലോക്കോ ഇവിടുന്ന് റിമൂവ് ആയി, ഇത്ര നേരം വന്ന ഒരു ലോക്കോ. കോയമ്പത്തൂരിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ കോച്ചിലേക്ക് കുറച്ച് മലയാളികളൊക്കെ കയറിയിട്ടുണ്ട്. അവരൊക്കെ മേട്ടുപ്പാളയത്തേക്ക് പോകേണ്ടവർ തന്നെയാണ്. ഊട്ടി ട്രെയിനിൽ മേട്ടുപ്പാളയത്ത് നിന്ന് കയറി പോകാനുള്ളവരാണ്. കാരണം ഈ കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ മേട്ടുപ്പാളയത്തേക്ക് ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ ഈ സമയത്ത്. കാരണം അതിൻ്റെ ആ സമയത്ത് എത്തുന്നത് കറക്റ്റായിട്ട് നമുക്ക് ഓൺ ടൈമിൽ ആ ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ എത്തുന്നത് ഈ ട്രെയിനാണ്. അപ്പോൾ എല്ലാവരും കോയമ്പത്തൂരിൽ നിന്ന് ഈ ട്രെയിനിൽ കയറിയിട്ടേ പോവുള്ളൂ. ഞങ്ങളും ഒരു 5 വർഷം മുന്നേ ഈ ഊട്ടി ട്രെയിൻ കയറാൻ വേണ്ടി പോയപ്പോൾ കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിന് വന്ന് ഇവിടുന്ന് രാവിലെ ഈ ട്രെയിൻ കയറി പോയതാണ് അൺറിസർവ്ഡിൽ. ഇപ്പോൾ കുറേ ആൾക്കാർ സ്ലീപ്പർ എടുക്കുന്നവരുണ്ട്, കുറേ ആൾക്കാർ അൺറിസർവ്ഡ് എടുക്കുന്നവരുണ്ട്. പക്ഷേ ഈ ട്രെയിൻ ഒരിക്കലും ഡിലേ ആവാറില്ല കേട്ടോ. കാരണം ഈ ട്രെയിൻ എപ്പോഴും ഓൺ ടൈമിൽ ഓടുന്ന വണ്ടിയാണ്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ആ ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തുമോ, മറ്റേ ട്രെയിൻ മിസ്സാവുമോ, അങ്ങനെയൊന്നുമില്ല. ഈ ട്രെയിൻ അവിടെ എത്തിയാൽ മാത്രമേ ആ ട്രെയിൻ അവിടെ നിന്ന് എടുക്കുള്ളൂ. ഞങ്ങൾ രാവിലെ 2 ചൂട് ചായ വാങ്ങിച്ചിരിക്കുകയാണ്. വണ്ടി ഇതുവരെ പുറപ്പെട്ടിട്ടില്ല, ഒരു 10 മിനിറ്റ് കൂടെ എന്തായാലും സമയം എടുക്കും. 5:32 കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി എടുത്തു. നേരത്തെ ഈ ട്രെയിന് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ കോയമ്പത്തൂർ നോർത്തിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. നോർത്ത് വഴി തന്നെയാണ് വീണ്ടും ട്രെയിൻ കടന്നു പോകുന്നത്. നോർത്തിന് ശേഷമാണ് മേട്ടുപ്പാളയത്തിലേക്കുള്ള ആ ഒരു വഴി വരുന്നത്. ഇന്റർസിറ്റിയിലേക്ക് കയറേണ്ട ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ മംഗലാപുരി ഇന്റർസിറ്റിന്റെ അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത്. ചെന്നൈയിലേക്കുള്ള ഈ ഇന്റർസിറ്റി എടുക്കുക 6:20-നാണ്. ഇനി മേട്ടുപ്പാളയത്തേക്ക് 36 കിലോമീറ്റർ ഉണ്ട്. MGR ചെന്നൈ സെൻട്രലിൽ നിന്നും 530 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:10 സമയം. ഊട്ടിയിലേക്കുള്ള ട്രെയിൻ പുറപ്പെടാൻ ഇനിയും 1 മണിക്കൂറും കൂടി ഉണ്ട്. അത്ര ഇവിടെ ഒരു ME ഉണ്ട്, മെമോ. പക്ഷെ നല്ല ഇരുട്ടുണ്ട്, അത്ര വിളിച്ചൊന്നും വന്നിട്ടില്ല. ഇവിടെ ആയിട്ട് നിർത്തും. ഊട്ടിയിലേക്ക് പോകുന്ന ട്രെയിനൊക്കെ ഉള്ളത് മുൻഭാഗത്തേക്കാണ്, അപ്പം അങ്ങോട്ട് നടക്കണം. രാവിലെ 8:20 പോടന്നൂർ, അതായത് പോത്തന്നൂരിലേക്ക് പോകുന്ന ME ആണിത്. ഇനി ഞങ്ങൾ നേരെ ഇതാ നടന്നിട്ട് പോവുകയാണ്. ഈ ട്രെയിനിൽ വന്ന എല്ലാവരും ഊട്ടി ട്രെയിനിൽ കയറി പോകാനുള്ളവരൊന്നുമല്ല, എന്നാലും ഒരു കുറച്ച് ശതമാനം ആൾക്കാരെ നമുക്ക് പറയാമല്ലോ. അവിടെ ബ്രോഡ് ഗേജ്, ഇവിടെ എത്തുമ്പോൾ മീറ്റർ ഗേജ്, ട്രാക്കിൻ്റെ ഇതൊക്കെ മാറി വരുന്നത് കണ്ട. അതുപോലെ തന്നെ ഈ ട്രാക്കിലാണ് ഊട്ടിയിലേക്കുള്ള ആ ട്രെയിൻ ഉള്ളത്. ട്രാക്കിൻ്റെ ആ ഒരു വലിപ്പമൊക്കെ ഉണ്ട്, ഒട്ടുമില്ല, വളരെയധികം ചെറുതാണ്. ഞങ്ങൾ ഇപ്പോഴേ ഇതിലൊന്നും കയറുന്നില്ല, കാരണം കുറച്ച് വെളിച്ചൊക്കെ വരട്ടെ.
വണ്ടി പുറപ്പെടാൻ ഒരുപാട് സമയമുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റാളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ചായയൊക്കെ വാങ്ങി കുടിക്കാം. സ്റ്റീം ലോക്കോ, ആവി എഞ്ചിൻ. ഈ ട്രെയിനിന്റെ ലോക്കോ ഏറ്റവും പുറകിലാണ് ഉണ്ടാവുക. പുഷ് ചെയ്തിട്ടാണ് പോവുക. ഇതൊക്കെ രാവിലെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കേണ്ട ആൾക്കാരുടെ തിരക്കാണ്. ഈ ട്രെയിനിന്റെ ഏറ്റവും മുന്നിലുള്ള കോച്ചാണ് ഫസ്റ്റ് ക്ലാസ്. ഇവിടെ തന്നെ ഉദകമണ്ഡലം, അതായത് ഊട്ടിനെ പറഞ്ഞ ഉദകമണ്ഡലം എന്നാണ്. അപ്പം അതിൻ്റെ പേരൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. പക്ഷേ ഇവിടുന്ന് ഈ രാവിലെ ഈ വെളിച്ചം വരാത്ത ഈ സമയത്ത് ഫോട്ടോ ഒക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നീലഗിരി എക്സ്പ്രസ് അവിടെയുണ്ട്. ഊട്ടിയിലേക്ക് പോകാനുള്ള ആ ഒരു ട്രാക്കാണ് ഇവിടെ കാണുന്നത്. അതങ്ങ് പോകും. ഇതിൻ്റെ അടിപൊളി വീഡിയോ നിങ്ങൾ അടുത്ത ദിവസം കാണും, അത് വേറെ കാര്യം. കുറച്ച് വെളിച്ചം വന്നാലേ നിങ്ങൾക്ക് ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ മനസ്സിലാവുള്ളൂ. ഇരുട്ട് മാറുന്നേ ഇല്ല. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന വണ്ടി തന്നെയാണ് നീലഗിരി എക്സ്പ്രസ്. ഇതുവഴി തന്നെ ഒരു റോഡൊക്കെ ഉണ്ട്. പിന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോ ഒക്കെ കിട്ടും. മേട്ടുപ്പാളയത്തിൻ്റെ മെയിൻ എൻട്രിയൊക്കെ വരുന്നത് ഇതുവഴിയാണ്. പിന്നെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് നടന്നിട്ട് പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. കുറേ ടാക്സികളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഈ ട്രെയിനിൽ, അതായത് ഊട്ടിയിലേക്ക് പോകുന്ന ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ ഈ ട്രെയിനിൽ ഇവിടെ വന്ന് ബസ്സിനോ ടാക്സിക്കോ അങ്ങനെ ആയിരിക്കും പോകുക. മേട്ടുപ്പാളയം ആൾക്കാരൊക്കെ ഇപ്പോഴാണ് ഇറങ്ങി വരുന്നത്. ആ തിരക്ക് ഇതുവരെ മാറിയിട്ടില്ല. രാവിലെ തന്നെ ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തിട്ട്, ഇവിടെ ജാക്കറ്റ് ഇടാൻ മാത്രമുള്ള തണുപ്പൊന്നുമില്ല. പക്ഷെ ഊട്ടിയിലേക്കല്ലേ പോകുന്നത്. കിടക്കട്ടെ ഇവിടെ അല്ലേ? അതെ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ട്രെയിൻ വഴി നമ്മുടെ നേരത്തെ കാണിച്ചല്ലോ ഉദകമണ്ഡലം ആ വണ്ടി സ്റ്റീം എഞ്ചിൻ. അപ്പോൾ ആ ട്രെയിൻ വഴി നിങ്ങൾ പോവുകയാണെങ്കിൽ ഊട്ടിയിലേക്ക് ഉദകമണ്ഡലത്തിലേക്ക് 46 കിലോമീറ്റർ ആണുള്ളത്. അല്ലാതെ റോഡ് വഴി പോവുകയാണെങ്കിൽ ഒരു 52 കിലോമീറ്റർ, ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കുമായിരിക്കും സമയം. അപ്പോൾ എന്താ പറയാ, ഈ ട്രെയിനിൽ എല്ലാവർക്കും പോകാൻ പറ്റുമല്ലോ, ടിക്കറ്റ് കിട്ടിയവർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവിടെ കുറേ ആൾക്കാർ ഈ ജനറൽ ടിക്കറ്റ് കൊണ്ടുവിട്ടോ അതിന്. അപ്പോൾ ക്യൂ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റിന് എന്താ പറയുക, ആ കിട്ടണമെങ്കിൽ നിങ്ങൾ നേരത്തെ വരണം. ഈ നീലഗിരി എക്സ്പ്രസ്സിൽ വന്നിട്ടൊന്നും കാര്യമില്ല. അതായത് റിസർവ് ചെയ്തിട്ട് ഈ ട്രെയിനിൽ പോകേണ്ടവർ മാത്രം വരാം. കോയമ്പത്തൂരിൽ നിന്നൊക്കെ കയറി വരാം. ഞങ്ങൾ പിന്നെ ചെന്നൈയിൽ നിന്ന് തന്നെ നീലഗിരിൻ്റെ യാത്ര ചെയ്യണം എന്ന് കരുതിയതുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ കയറിയത്. ഈ ഊട്ടി ട്രെയിൻ നിങ്ങൾ കയറി പോകുമ്പോൾ ഒരിക്കലും ജനറൽ ടിക്കറ്റിനെ വിശ്വസിച്ച് ഒരിക്കലും യാത്ര ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നേരത്തെ ബുക്ക് ചെയ്താൽ മതി. കാരണം ഫസ്റ്റ് ക്ലാസ് ആയാലും സെക്കൻഡ് സീറ്റിംഗ് ആയാലും ബുക്ക് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് പിന്നെ ഇവിടെ എത്തിയാൽ പിന്നെ ടെൻഷനൊന്നുമില്ല. കൂളായിട്ട് ട്രെയിനിൽ കയറി പോയാൽ മാത്രം മതിയല്ലോ. അതായത് ഇപ്പോൾ 2 മാസം മുന്നേ ആണ് നമുക്ക് എന്താ പറയുക ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. 2 മാസം തന്നെ ബുക്ക് ചെയ്ത് വെക്കാം. ഞങ്ങൾ ബുക്ക് ചെയ്തത് 2 മാസം മുന്നെയാണ്. അതിൻ്റെ കാഴ്ച നിങ്ങൾ അടുത്ത ദിവസം കാണും. ജനറൽ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഇവിടെ വന്ന് ലക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, നീലഗിരി എക്സ്പ്രസിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അടുത്ത ദിവസം ഊട്ടിയിലേക്കുള്ള മനോഹരമായ ട്രെയിനിൻ്റെ കാഴ്ചകളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.